വയനാട് കളക്ടറേറ്റിൽ അവിടെ ഒരു സംഘർഷമുണ്ട്. പോലീസും സമരക്കാരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. പോലീസ് സമരക്കാരെ പിന്തുടരുന്നുണ്ട്. അപ്പോൾ കളക്ടറേറ്റിനുള്ളിലേക്ക് കടക്കാൻ സമരക്കാർ ശ്രമിക്കുന്നുണ്ട്. സംഘർഷാവസ്ഥ ആവുന്നു അവിടെ. അന്ന് കഴിഞ്ഞ തവണയും അവിടെ ദുരന്ത ഭൂമിയിലേക്ക് ഈ പറയുന്ന സമരക്കാരെ കടത്തിവിടാത്ത പോലീസ് നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ചെറിയ കയ്യാങ്കളുടെ വക്കോളം എത്തിയാണ്. പക്ഷേ അതൊരു വലിയ പ്രതിഷേധമുണ്ടല്ല. ഒരു സർക്കാർ ജീവനക്കാരൻ കയറിയതാണ് ഇപ്പോൾ പ്രതിഷേധം. കളക്ടറേറ്റിൽ സംഘർഷം. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, പ്രവർത്തകരും പോലീസും തമ്മിൽ തർക്കം എന്തിനാണ്? ഒരാൾ ജോലിക്ക് കയറിയതാണ് പ്രശ്നം. തർക്കം ഇവിടെ സംഭവിക്കുന്നു. കാരണം സർക്കാർ ജീവനക്കാരിൽ ചിലർ കളക്ടറേറ്റിനകത്തേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ് ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് പോലീസും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിൽ തർക്കമുണ്ടാകുന്നു. UDF പ്രവർത്തകർ ഇപ്പോൾ കളക്ടറേറ്റ് വളപ്പിലേക്ക് ഇരച്ചു കയറിയിരിക്കുന്നു. ഒരാളെയും കയറ്റാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം, ആ പ്രതിഷേധമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തർക്കമുണ്ടാകുന്നു. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരെ കേരള സർക്കാരുകൾ അവഗണിക്കുകയാണ് എന്നാരോപിച്ചുകൊണ്ടാണ് ടി സിദ്ദിഖ് MLAയുടെ നേതൃത്വത്തിൽ UDF കളക്ടറേറ്റിന് മുൻപിലെ രാപകൽ സമരം തുടങ്ങിയത്. അതിലൊരു ജീവനക്കാരൻ ഇപ്പോൾ കളക്ടറേറ്റിനുള്ളിൽ കടന്നതാണ് സമരക്കാരെ പ്രമുഖരെ പോലീസ് ഇന്ന് രാവിലെ ഇവിടേക്ക് ആളുകളെ കയറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിണറായിക്ക് വേണ്ടിയിട്ട് ചൂരൽമലക്കാരന്റെ അവന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സമരം വളരെ സമാധാനപരമായിട്ടാണ് ഞങ്ങൾ സമരം നടത്തിയത്. ഈ സമാധാനപരമായ സമരത്തെ അട്ടിമറിക്കാൻ പോലീസിനെ ഉപയോഗിച്ചാണ്. ഇവിടുത്തെ സമരത്തിന്റെ പ്രവർത്തകരെ അവരെ വൈകാരികമായ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടാനാണ് പോലീസ് ശ്രമിക്കുന്നത്. പോലീസ് ഇവിടെ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു അക്രമം ഉണ്ടാവണമെന്നും ഈ സമരം അലങ്കോലമാവണമെന്നാണ് പോലീസ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പോലീസ് ഇന്ന് രാവിലെയും ഇത്തരത്തിലുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഒരു നിലക്കും പോലീസിന്റെ ഈ നടപടി ഞങ്ങൾ അംഗീകരിക്കില്ല. ഉറപ്പായിട്ടും ഞങ്ങൾ പ്രതിരോധിക്കും. പോലീസ് നോക്കി നിൽക്കാൻ സമരക്കാരുടെ കണ്ണു വെട്ടിച്ച് ഇതിനുള്ളിലേക്ക് കയറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. പോലീസാണ് അതിന് കാവല് നിൽക്കുന്നത്. ഇന്ന് രാവിലെ സമരം തുടങ്ങിയ സമയത്തും ഇതുപോലുള്ള ഒരു സംഭവം ഉണ്ടായി. ഞങ്ങൾ അപ്പോഴും പോലീസ് അധികാരികളോട് പറഞ്ഞു, വളരെ സമാധാനത്തോടു കൂടി നടത്തുന്ന സമരമാണ്. ആ സമരത്തെ നിങ്ങൾ പൊളിക്കാൻ ശ്രമിക്കരുത്. ആ സമരത്തെ ഇത് ഒരു നാട്ടിലെ ജനങ്ങളെ ജീവിക്കാൻ വേണ്ടി നടത്തുന്ന സമരമാണ്. ഇത് ജീവിക്കാൻ വേണ്ടി. ഹാഷ്മി, ഇവിടെ തർക്കം തുടരുന്നതാണ്. മറുഭാഗത്ത് വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം, വലിയ തർക്കം അത് രൂപപ്പെട്ടു നിൽക്കുന്നു. ഇവിടെ ഇതിനകത്തേക്ക് ജീവനക്കാർ കയറി എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിന്റെ വഴിയിലേക്ക്. രാപ്പകൽ സമരം എന്നുള്ളത് കളക്ടറേറ്റ് ഉപരോധം എന്ന് സമരം അങ്ങനെയാണോ? ജീവനക്കാരെ ആരെയും കടത്തിവിടില്ല എന്നതാണോ സമരക്കാർ പറയുന്നത്? കളക്ടറേറ്റ് കോമ്പൗണ്ടിലേക്ക് ജീവനക്കാർ സമാധാനപരമായിട്ട് നടത്തിയ സമരം യൂണിയൻ ആളുകളെ കയറ്റിയിട്ട് ഈ സമരം പൊളിക്കാൻ നോക്കുക. NGO യൂണിയൻ ആളുകളെ കയറ്റിയിട്ട് അവിടെ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്. ആ സ്ത്രീയാ കണ്ടത്. NGO യൂണിയൻ ആളുകളെ കയറ്റി സമരം പൊളിക്കാൻ നിൽക്കുക. ഇത് ആർക്ക് വേണ്ടിയിട്ടാ? ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇറങ്ങിപ്പോ UDF ഒന്നായിട്ട് ഇതിൻ്റെ ഉള്ളത് അല്ലെങ്കിൽ ചെയ്യുന്നത് തനി തമ്മാടുത്തരാ. ഇത് പോലീസ് കൂട്ടുന്നത് ചെയ്യാണ്. എന്തായാലും വലിയ തർക്കം രൂപപ്പെടുന്നു. ഇപ്പോൾ UDF പ്രവർത്തകർ ഇതിനകത്തേക്ക് കളക്ടറേറ്റിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഇടപെട്ട് NGO യൂണിയൻ പ്രവർത്തകരെ ഇതിനകത്തേക്ക് കളക്ടറേറ്റിലേക്ക് ജീവനക്കാരെ കയറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ വഴിയിലേക്ക് ഇവിടെ UDF പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. പല ഘട്ടങ്ങളിലും പോലീസും ഈ തർക്കം ഉണ്ടാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. ആ തർക്കത്തിന് തുടർച്ചയായി ഇങ്ങനെ വലിയ രീതിയിൽ വാക്കേറ്റം, സംഘർഷം, ആ അവസ്ഥ ഇവിടെ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ നിലവിൽ കളക്ടറേറ്റ് വളപ്പിലേക്ക്, അതായത് 2ാം ഗേറ്റ് വഴിയാണ് ആളുകളെ കയറ്റിയത് എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ UDF പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. ഇതിനുശേഷം പ്രവർത്തകർ തള്ളിക്കയറി ഇവിടെ ഇപ്പോൾ പോലീസുമായി വാക്കേറ്റം സംഭവിക്കുന്നു. ജീവനക്കാരെത്തുന്ന ഒരു സമയം കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിനകത്തേക്ക് ഒരൊറ്റ ജീവനക്കാരനെ പോലും
പ്രവേശിക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് UDF നേതാക്കളും പ്രവർത്തകരും എല്ലാം തന്നെ പങ്കുവെക്കുന്നത്. ഒരാളെ പോലും ഇതിനകത്തേക്ക് കയറ്റി വിടുകയില്ല എന്നുള്ള തരത്തിലുള്ള ഒരു ഇടപെടൽ അങ്ങനെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വലിയ തർക്കം ഉണ്ടാകുന്നു, പോലീസുമായി വാക്കേറ്റം ഉണ്ടാകുന്നു. കോമ്പൗണ്ടിനകത്ത് UDF പ്രവർത്തകർ ഇരച്ചു കയറുന്ന ഒരവസ്ഥ അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറുഭാഗത്ത് സമരം ശക്തമായ രീതിയിൽ തന്നെ തുടരുന്നു. പോലീസ് പല ഭാഗങ്ങളിലായി നിലയുറപ്പിച്ച് നിൽക്കുന്നൊരവസ്ഥ ഉണ്ട്. കാരണം ഇവർ എല്ലാം ഈ പ്രവർത്തകർ ഇവിടെ എത്തിയതോടുകൂടി ഇത് കയറി ആളുകൾ കയറി ജീവനക്കാരെ പുറത്തിറക്കാനുള്ള ശ്രമമാണ്. ഇവിടെ ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് UDF പ്രവർത്തകർ ഈ കളക്ട്രേറ്റ് കോമ്പൗണ്ടിലേക്ക് കടന്ന് ഇവിടെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമുക്ക് ഇപ്പോൾ കാര്യങ്ങൾ കാണാൻ കഴിയുന്നത്. പ്രവർത്തകരും പോലീസും തമ്മിൽ തർക്കമുണ്ടായി. ഇന്ന് ടി സിദ്ദീഖ് MLA യുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം തുടങ്ങിയിരുന്നു. രാപ്പകൽ സമരം ഇന്ന് രാവിലെ തീരേണ്ടതാണ്. അപ്പോഴാണ് കളക്ടറേറ്റ് ഉപരോധം എന്ന നിലയിലേക്ക് ആ സമരം പരിണാമം പ്രാപിക്കുന്നത്. സമരം കൂടുതൽ ശക്തമാക്കുക തന്നെയാണ് UDF. 7 ആഴ്ച കൊണ്ട് തീർക്കേണ്ട കാര്യം 7 മാസമായിട്ടും ചെയ്തില്ല എന്നൊക്കെയാണ് അവരുടെ ആരോപണം. ടി സിദ്ദീഖ് ദുരന്തം വേട്ടയാടിയ മനുഷ്യരാണ്. 7 സെന്റ് ഭൂമിയിൽ വീട് വെച്ചാൽ പിന്നെ എന്താണ് ബാക്കിയുള്ളത് എന്നൊക്കെ ടി സിദ്ദീഖിൽ നമ്മൾ ചോദിക്കുന്നത് കേട്ടു. അപ്പോൾ അങ്ങനെ ദുരന്തബാധിതർ കൂടി സമരത്തിലുണ്ട്. UDF നേതൃത്വത്തിലാണ് ഇപ്പോൾ അവിടെ സമരം നടക്കുന്നത്. കളക്ടറേറ്റ് ഉപരോധമാണ്. കളക്ടറേറ്റ് ഉപരോധത്തിൽ അവിടെ ജീവനക്കാരെ അല്ലെങ്കിൽ സമരം പൊളിക്കാൻ ജീവനക്കാരെ അകത്തേക്ക് കടത്താൻ പോലീസ് ശ്രമിക്കുന്നു എന്നതാണ് UDFന്റെ ആരോപണം. കളക്ടറേറ്റ് ഉപരോധമാണ്. ജീവനക്കാരെ അകത്തേക്ക് കടത്തിവിടാതെയുള്ള സമരം മാർഗം സ്വീകരിക്കുകയാണ് ഇപ്പോൾ UDF.